കന്നോട് ന്യൂസ് ഷെഫീദ് റാവുത്തർ ആയിരുന്നുണ്ട്. അപ്പൊ അച്ചടിച്ച ബജറ്റ് മുഖ്യമന്ത്രി കൈമാറുന്ന ദൃശ്യങ്ങൾ നേരത്തെ കണ്ടു. അപ്പൊ ഷെഫീദ് ഈ കന്നോട് ന്യൂസിൽ നിയമസഭയിലേക്ക് കൂയി എന്ന് ഉറക്കെ വിളിച്ച് അവൾ കേൾക്കും, അത്ര അടുത്താണ്. അപ്പൊ അത് കാരണം 9 മണിക്ക് ഒരു 8:55, 6 ഇറങ്ങുള്ളൂ മുഖ്യമന്ത്രി അല്ലേ? പക്ഷേ 8:55 ഇറങ്ങിയാലും മതി. പക്ഷേ 8:45 ഇറങ്ങും. കാരണം നിയമസഭയിലെത്തി മറ്റ് നേതാക്കളൊക്കെ കാണേണ്ടത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്, ഈ ദൃശ്യങ്ങളൊന്ന് കണ്ടാൽ ഇത് രത്തൻ യു കേൽക്കറുടെ വണ്ടിയാണ്. നമുക്കറിയാം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലിരിക്കുന്നതാണ്. തൊട്ടപ്പുറത്ത് തൊട്ടു മുൻപിൽ ജയതിലകിന്റെ വണ്ടിയുണ്ട്, ചീഫ് സെക്രട്ടറിയുടെ വണ്ടിയുണ്ട്. ഈ ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ തന്നെ, അതായത് പുലർച്ചെ തന്നെ കന്റോൺമെന്റ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. അതിനുശേഷം അവർ മടങ്ങുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. പതിവ് രീതി, അതായത് മുൻപൊക്കെ കെ എൻ ബാലഗോപാലിന്റെ കാലത്തൊക്കെ നമ്മൾ കണ്ടൊരു പതിവ് രീതി എന്ന് പറയുന്നത്, ഈ ബജറ്റ് തയ്യാറാക്കുന്നതിന്, ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം രാവിലെ ഈ സർക്കാർ പ്രസിൽ നിന്ന് അച്ചടിച്ച പ്രിന്റുമായി സർക്കാർ പ്രസിലെ ഉദ്യോഗസ്ഥരാണ് എത്തുക. പക്ഷേ ഇവിടെ പതിവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ചീഫ് സെക്രട്ടറി കന്റോൺമെന്റ് ഹൌസിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ രത്തൻ യു കേൽക്കർ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ധനവകുപ്പ് സെക്രട്ടറിയാണ് ഈ അച്ചടിച്ച പ്രിന്റ് അത് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. അങ്ങനെ ഒരു ചില കൗതുകങ്ങൾ, ചില രാഷ്ട്രീയ കൗതുകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിക്കാണാം. അതേപോലെ തന്നെ നമുക്കറിയാം കന്റോൺമെന്റ് ഹൌസിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി, ധനമന്ത്രി അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നു എന്നുള്ള കൗതുകമുണ്ട്. സി അച്യുതമേനോനാണ് ഇതിനു മുൻപ് ആ രീതിയിൽ പോയിട്ടുള്ളത്. അതായത് ഈ ധനമന്ത്രിയുടെ റോൾ കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി, അത് നമുക്ക് ആർ ശങ്കർ, സി അച്യുതമേനോൻ, ഉമ്മൻചാണ്ടി, കഴിഞ്ഞാൽ അത് വി ഡി സതീശനാണ്. ആ രീതിയിൽ അങ്ങനെ പലതരത്തിലുള്ള കൗതുകങ്ങളുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് ഈ അച്ചടിച്ച ബജറ്റ് കൈമാറുന്ന കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയുള്ളത് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിലേക്ക് ഇറങ്ങുന്നതാണ്. അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഇറങ്ങുന്ന സമയത്ത് പ്രതികരിക്കുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. വി ഡി സതീശൻ സ്റ്റൈല് അത് എപ്പോഴും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. അതേസമയം പ്രതീക്ഷകൾ വലുതാണ്. ഇപ്പോൾ കന്റോൺമെന്റ് ഹൌസിലെത്തിയിരിക്കുന്ന ഈ ബജറ്റിൽ അതിൽ പ്രതീക്ഷകളുടെ അമിതഭാരം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. കാരണം 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിൽ നിന്ന് ജനങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ഷേമ പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ, മാത്രവുമല്ല ഈ തുറമുഖ നഗരമാക്കി മാറ്റുക എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളിൽ വലിയ വലിയ സ്വപ്ന പദ്ധതികളുള്ള പ്രഖ്യാപനം എന്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 8:50 വി ഡി സതീശൻ ഇവിടെ നിന്ന് 8:45 ഇവിടെ നിന്ന് ഇറങ്ങും, നിയമസഭയിൽ എത്തും. അതിനുശേഷം നേതാക്കളെ കണ്ട് ബജറ്റ് അവതരിപ്പിക്കുക. ബജറ്റിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം അത് വലിയ വലിയ ആകാംക്ഷയെ നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ദിരാ ഗ്യാരണ്ടികളുടെ നടത്തിപ്പ്, അതേപോലെ തന്നെ ഈ കിഫ്ബിയിൽ എന്ത് നിലപാടെടുക്കും, കിഫ്ബി ഉടച്ചു വാർക്കാൻ എന്ത് നിലപാടെടുക്കും, നികുതി വരുമാനം അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ നീക്കങ്ങൾ വി ഡി സതീശൻ നടത്തുമെന്നൊക്കെയുള്ള കാര്യം ശ്രദ്ധേയമാണ്. ഓക്കെ, താങ്ക് യു ഷെഫീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.